അന്ന് ക്ഷീണമാണെന്ന് പറഞ്ഞപ്പോൾ മകൻ ഈ ഓപ്പറേഷൻ ചെയ്ത ഷിനോൾ അശോകനെ ശശാങ്കനെ ഫോണിൽ വിളിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് തീരെ അവശതയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, അങ്ങോട്ട് കൊണ്ടുവരട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഷിനോൾ ശശാങ്കൻ പറഞ്ഞത് ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിച്ചാൽ മതി, വേറെ പേടിക്കാനൊന്നുമില്ല. കഞ്ഞിവെള്ളം കൊടുത്തപ്പോൾ വീണ്ടും മോക്ക് വളരെ ബുദ്ധിമുട്ടും ക്ഷീണവും അനുഭവപ്പെടുന്നു. അങ്ങനെ വീണ്ടും വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് BP ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ തന്നെ BP ചെക്ക് ചെയ്തിട്ട് 70 താഴെയാണെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം പറഞ്ഞ് കുഴപ്പമില്ല, ഇന്ന് അവധിയാണ്, നാളെ രാവിലെ 24-ാം തീയതി, ഫെബ്രുവരി മാസം 24-ാം തീയതി രാവിലെ 10 മണിക്ക് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് മോനും ഭാര്യയും കൂടി ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ അവർ മോനെ വെളിയിൽ നിൽക്കാൻ പറഞ്ഞു, അവർ മോളെ മാത്രം അകത്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞൊരു 2 മണി എന്തോ ആയപ്പോൾ പറഞ്ഞ് രക്തം എടുക്കണം, PRC പോയി രക്തം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. രക്തം അടയ്ക്കണം, ക്ഷീണം ഉള്ളതുകൊണ്ട് അടയ്ക്കണമെന്ന് പറയും. മകൻ അവിടെ പോയി ബ്ലഡ് എടുത്ത് കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞൊരു 6:30 മണി 7 മണിയോട് ആയപ്പോൾ പറഞ്ഞ് അപ്പോൾ ഇത് 4 മണിക്കൂർ രക്തം അടയ്ക്കാൻ സമയമെടുക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്ത് വേണമെങ്കിൽ പൊയ്ക്കോളാൻ പറയും. അപ്പോൾ മകൻ ഒരു അടുത്തുള്ള സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചു പറയുന്നു, സീരിയസ് ആണ്, അതുകൊണ്ട് എല്ലാ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കണം, നിങ്ങൾ പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ മകൻ സ്വന്തം കാർ ഓട്ടിച്ച് പെട്ടെന്ന് ചെന്നപ്പോൾ മകൻ കാണുന്നത് അവിടുത്തെ ഇന്നോവ വണ്ടിയിൽ മോളെ എടുത്ത് കയറ്റി അവരങ്ങ് പുറപ്പെടുകയാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞ് അനന്തപുരിയെ കൊണ്ടുപോവുകയാണ്. മകൻ അങ്ങ് വരാൻ പറഞ്ഞു. മകന് ഇത് കണ്ടപ്പോൾ തന്നെ അവനൊരു മാനസികാവസ്ഥയാണല്ലോ ഇങ്ങനെ ആകുമ്പോൾ. അങ്ങനെ അവൻ പിറകെ പോയി. അപ്പം ഞങ്ങളെ ഫോൺ വിളിച്ച് പറയുകയാണ്, അച്ഛാ പെട്ടെന്ന് അവിടെ വരാൻ പറയുകയാണ്. പിറകെ പോയ ഉടനെ അവർ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഉടമയായ ഡോക്ടർ ബിബിലാഷ്, പിന്നെ ഓപ്പറേഷൻ ചെയ്ത സിനോൾ ശശാങ്കൻ, പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഉണ്ടായിരുന്ന അഖില മോഹൻ എന്ന 3 ഡോക്ടർമാർ ഇവരെ കൂടെ ഉണ്ടായിരുന്നു. ഇവരും കൂടി ഹോസ്പിറ്റലിൽ കയറി കാഷ്വാലിറ്റിയിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അനന്തപുരിയിലെ ഡോക്ടർ വന്ന് പറഞ്ഞു, ഹാർട്ട് അറ്റാക്കാണ്, BP കുറവാണ്, അങ്ങനെ ICUലോട്ട് മാറ്റണമെന്ന് പറഞ്ഞു. പിന്നെ ICUലോട്ട് മാറ്റി. പിന്നെ രാത്രിയായപ്പോൾ അവർ പറഞ്ഞത് ഈ വയറ് ഓപ്പറേഷൻ ചെയ്ത അവിടെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ അതൊന്ന് റീഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. വളരെ അവശ നിലയിലാണ്. ഞങ്ങളടുത്ത് ആദ്യം പറഞ്ഞത് ബന്ധുക്കളടുത്ത് അറിയിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഞങ്ങൾ 2% ഉള്ളൂ റീഓപ്പൺ ചെയ്താൽ രക്ഷപ്പെടുന്നത്. ഞങ്ങൾക്ക് 2% വിലപ്പെട്ടതാണ്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ട് ഡോക്ടർ വന്നു പറഞ്ഞു, രാത്രി ഒരു 3 മണിയാവും. 3 മണിയായപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു, മിഷ്യൻ്റെ സഹായത്തോടെ BP തിരിച്ചു കിട്ടിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഒരു കാരുണ്യമാണ്, അതുകൊണ്ട് പ്രതീക്ഷയുണ്ട്, എന്നാലും വളരെ അവശ നിലയിലാണ്, ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു. രാവിലെ ആയപ്പോൾ കണ്ണു തുറന്നു, സംസാരിക്കില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞാണ് സംസാരിച്ചത്. പിന്നെ ഞങ്ങൾ കാണുന്നത് കൈയും കാലും ഒക്കെ കറുത്ത്, വയറും ഒക്കെ കറുത്തിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ BP കുറവായതുകൊണ്ട് രക്തയോട്ടം നിലച്ച് അവിടെ കോട്ടിംഗ് ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ കാലക്രമേണ 22 ദിവസം ICUയിൽ കിടന്നു, വെന്റിലേറ്ററിൽ ആയിരുന്നു. 36 ദിവസം അന്ന് മൊത്തം നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നു. അതിനിടയ്ക്ക് വയറ് പഴുത്ത് ഓപ്പണായിട്ടാണ് ഇരിക്കുന്നത്. അതും വെച്ചുകൊണ്ടാണ് കുട്ടി കിടന്നത്. അത് കുത്തി തന്നെ ചേർക്കാൻ പറ്റില്ല, തൊലികളൊന്നുമില്ല. അതുകൊണ്ട് 36 ദിവസം കഴിഞ്ഞ് അവർ പറഞ്ഞു, ഇപ്പോൾ മെഡിസിൻ ഒന്നുമില്ല, വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു.
എന്ന് പറഞ്ഞ് കുറച്ച് മെഡിസിൻ എഴുതി തന്നു. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം 22-ാം തീയതി അവള് മോള് ബാത്റൂമിൽ പോകാൻ വേണ്ടി എണീക്കുമ്പോൾ, ഒറ്റയ്ക്ക് പോവില്ല, പിടിച്ചോണ്ടാവുന്ന പോകുന്നത്, എൻ്റെ ഭാര്യയാണ് പിടിച്ചോണ്ട് പോകുന്നത്. പിടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ ഭാര്യ എൻ്റെ മകൻ പിടിച്ചോണ്ട് പോകും. അപ്പോൾ തലയിറങ്ങി വീണു. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. ഡോക്ടർ കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ടെസ്റ്റുകളൊക്കെ നടത്തി. എന്നിട്ട് പറഞ്ഞ് ബാക്ടീരിയകളുണ്ട്, അത് 7 ദിവസം ഇവിടെ കിടക്കണം, ആൻറ്റിബയോട്ടിക് കൊടുക്കണം എന്ന് പറഞ്ഞ് 7 ദിവസം ഇവിടെ കിടത്തി. ഇപ്പോൾ അത് കുറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇതിങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നത് അതങ്ങനെ ഇരുന്നാൽ പോരാ, നമുക്ക് അത് തൊലി വെട്ടി വെച്ച് അത് അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാസ്റ്റിക് സർജറി, തൊലി തൊടിയെന്ന് വെട്ടി, ഇന്നലെ വെട്ടി അത് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ കൈയിലെ വിരലുകൾ മുറിക്കണമെന്ന് പറഞ്ഞു. അത് കൂടുതൽ ദിവസം ഇങ്ങനെ പോയാൽ അത് പഴുപ്പ് കയറി കൂടുതൽ ഭാഗത്തോട്ട് വരുമ്പോൾ അത് ബുദ്ധിമുട്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 വിരലും കാലിൻ്റെ 5 വിരലും മുറിച്ചു മാറ്റി. ഇടത്തെ കാലിൻ്റെ 5 വിരലും, ആ വിരലും കഴിഞ്ഞ് കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. കയ്യിലെ 4 വിരൽ, ഇടത്തെ കാലില, ഇടത്തെ കയ്യില 4 വിരലും. ഇന്ന് വലത്തെ കാലിൽ 2 വിരലിൽ ചെറിയ കുഴപ്പമുണ്ട്. അത് ചികിത്സ ചെയ്ത് മാറ്റാമെന്നാണ് പറയുന്നത്. അതേ കണക്ക് തന്നെ വലത്തെ കാലിലെ 2 കാലിനുമുണ്ട്, അതും ചികിത്സ ചെയ്ത് മാറ്റാമെന്നാണ് പറയുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇപ്പം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത്, നമുക്ക് ജീവനെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് നമ്മളിരിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്നതിൽ എന്താണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്. കാര്യം അടുത്ത മെഡിക്കൽ കോളേജിലുണ്ട്, കിംസ് ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഇദ്ദേഹം ഈ ഹോസ്പിറ്റലുമായിട്ട് വലിയ ബന്ധമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മൾ ഡോക്ടറെ കണ്ട് പറഞ്ഞു. ഡോക്ടർ എല്ലാം, ഇവിടുത്തെ ഡോക്ടറെല്ലാം ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താണ് ഏതാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതികൾ കൊടുത്തു. പരാതികൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ജില്ലാ കളക്ടർക്ക് കൊടുത്തു, ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു, ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് കൊടുത്തു, DMക്ക് കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തു, മേയർക്ക് കൊടുത്തു, പോലീസിന് കൊടുത്തു. ഇതെല്ലാം കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം DMA ഓഫീസിലാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ അവിടെ ബോർഡ് കൂടണം. ബോർഡ് കൂടി ബോർഡാണ് തീരുമാനിക്കുന്നത് ഈ ചികിത്സയുടെ പിഴവ്, അതിൻ്റെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അത് ആരുടെ കുഴപ്പമാണെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് അവരാണ്. അവരെ 2 പ്രാവശ്യവും ബോർഡ് മാറ്റിവെച്ചു. ഇപ്പോൾ ഞാൻ ACPയുമായിട്ട് സംസാരിച്ചപ്പോൾ അറിഞ്ഞത് 8-ാം തീയതി, 2 ദിവസമേ ഉള്ളൂ, 8-ാം തീയതി ബോർഡ് കൂടുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇന്നിപ്പോൾ രാവിലെ അവിടെ DMA കാണാൻ വേണ്ടി പോയതാണ്. ഞങ്ങളത് അറിയിപ്പിച്ചിട്ടില്ല. പോകാൻ പോയപ്പോൾ DMA വിളിച്ചപ്പോൾ DMA ലീവാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് DMA കാണാൻ കഴിഞ്ഞില്ല. 2 ഇരട്ട കുട്ടികളെ നോക്കുന്നത് ഞങ്ങളാണ് നോക്കുന്നത്. കുട്ടികൾക്ക് എപ്പോഴും അമ്മയും അച്ഛനെയും വിട്ടുപിരിയാൻ പറ്റാതെ കഴിയുന്ന കുട്ടികളാണ്. അവരുടെ കരച്ചിലും അമ്മയെ കാണുവാനുള്ള ഇതുമെല്ലാം ഉണ്ട്. ഞങ്ങൾ അമ്മയെ കൊണ്ട് കാണിച്ചു. കൈകൾ വിരൽ കണ്ടിട്ട് കുട്ടികൾ തന്നെ എന്താ അമ്മ കൈ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സങ്കടം കാണിക്കുമ്പോൾ അവൾക്കും താങ്ങാൻ കഴിയില്ല, ഞങ്ങൾക്കും താങ്ങാൻ കഴിയില്ല. ഇന്നലെ ആ കൈവിരലുകൾ മുറിച്ചു മാറ്റിയപ്പോൾ ഞങ്ങൾ അച്ഛൻ എങ്ങനെയൊക്കെ സഹിക്കും, അവരും എങ്ങനെ സഹിക്കും. കുട്ടികൾ അവിടെ ചെന്ന് കയറുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയൊക്കെ ആവുമെന്നൊന്നും പറയില്ല. അവര് ഇപ്പം മോഹൻലാലിനെ മുഖത്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അത് നിസ്സാര കേസ് പോലെ, ഒരു ജലദോഷ പനി പോലെയാണ് അവരെ അവതരിപ്പിക്കുന്നത്. കുട്ടികളെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അവര് ഇങ്ങനെയുള്ള ശസ്ത്രക്രിയകൾ ചെയ്യുന്നത്. അത് പറഞ്ഞില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഓരോന്നും അവർ പറയുന്നത്. ഇത് പിന്നെ ഓരോ നടിമാരും ചെയ്തിട്ടുണ്ട്.
എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ദിവസം കൊണ്ട് പോവാം എന്നൊക്കെയാണ് അവർ അവതരിപ്പിക്കുന്നത്. ഇപ്പം അത് ലോക്ക് ചെയ്തതായിട്ടാണ് പറഞ്ഞത്. ലോക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് നെറ്റ് വഴിയാണ് ഇവരൊരു ഇതുള്ളത്. ഞങ്ങളെ ഒരു ബന്ധു ഭാര്യയും ഭർത്താവും കൂടെ അത് വിളിച്ച് ചെന്നപ്പോൾ അവർ പറഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ നോക്കുന്നു, ലോക്ക് ചെയ്തേക്കുന്നു. എന്നിട്ട് അവർ അണ്ടർഗ്രൗണ്ട് വഴി ചികിത്സ ചെയ്യുന്നു. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും അബദ്ധങ്ങൾ പറ്റിയിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവരുത്. അവളെ ഭാവി തന്നെ ഇല്ലാതെയായിരിക്കുന്നു. അവളുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇനി അവൾ ജോലി ചെയ്യുമോ, കഴിയുമോ? പിന്നെ അതുമാത്രമല്ല, ഇത്രയും ഓപ്പറേഷൻ ചെയ്ത് അവൾക്ക് ഇപ്പോഴും അവശതയിലാണ്. അവൾക്ക് സ്വന്തമായിട്ട് നടക്കാൻ പറ്റില്ല. ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോയാലേ പറ്റുള്ളൂ. ഇതെല്ലാം നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നു. ഇത് കഴിഞ്ഞാലും അവൾക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടുമോ, അതിന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഞങ്ങൾ അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി തൊട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നിയമവും ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങളുടെ പരാതികൾ കേൾക്കണം. ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പല വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ ഞങ്ങളെ വന്നിട്ടുണ്ട്, കണ്ട് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാരായ എല്ലാവരും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നീതി കിട്ടണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലൊന്നും നടത്തി ഇനിയൊരു കൊച്ചു കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതും അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.